മഴ മുന്നൊരുക്കങ്ങളിൽ വീഴ്ച വന്നിട്ടില്ലെന്ന് റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ. വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അവരുടെ നിർദ്ദേശങ്ങളും ഭാവിയിൽ പരിഗണിക്കും. റൂം ഫോർ റിവർ പദ്ധതി ഉൾപ്പെടെ വിശദമായി ചർച്ച ചെയ്യേണ്ടതാണ്. സർക്കാർ എല്ലാ മുന്നൊരുക്കങ്ങളും സ്വീകരിച്ചിരുന്നുവെന്നും അതിതീവ്ര മഴയെക്കുറിച്ച് മുന്നറിയിപ്പില്ലായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ജനം ടിവിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അങ്ങനെ എവിടെയെങ്കിലും വിമർശനം വരുന്നതായിട്ട് എനിക്കറിയില്ല. അങ്ങനെ ഒരു വിമർശനം ഉണ്ടാവേണ്ട കാര്യമില്ല. അങ്ങനെ വിമർശനം വന്നിട്ടില്ല. എല്ലാ കാര്യങ്ങളിലും ഒരു പ്രളയം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നേരിടേണ്ടത് ആ രീതിയിൽ ശക്തമായി തന്നെ നേരിട്ടിട്ടുണ്ട്. എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിനെ പിന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതുകൊണ്ട് വിമർശിക്കാം. എന്താണ് ആക്ഷേപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ഷേപം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനകത്ത് ഇനിയും നമുക്ക് പ്രളയം എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഇത്ര കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ വരും. നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ വിമർശിക്കുന്നവർക്ക് സജസ്റ്റ് ചെയ്യാൻ എന്താണ്, അതുകൂടി നമ്മൾ പരിശോധിക്കും. ഇപ്പോൾ നമുക്കുള്ളത് ഒരു ഗൈഡ് ലൈൻ ഉണ്ട്, പ്രോട്ടോകോൾ ഉണ്ട്. അതനുസരിച്ച് നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. അതല്ല അത് മാറി ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നെങ്കിൽ അത് ഗുണകരമാണെങ്കിൽ അതും പരിഹരിക്കും. ഞാൻ ഈ സമയത്ത് ഒരു ഭാഗവതത്തിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ നിൽക്കുന്നില്ല. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. അതുപോലെ ക്യാമ്പുകൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങളും സ്ഥലങ്ങളും നേരത്തെ കണ്ടെത്തിയിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നേരത്തെ നടത്തിയിട്ടുണ്ട്. അത് എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള അതിതീവ്ര മഴ ചില ഭാഗങ്ങളൊക്കെ ഉണ്ടായത് നമുക്ക് അപ്രതീക്ഷിതമായിരുന്നു.